ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുറ്റകൃത്യങ്ങളെക്കുറിച്ചും സംശയാസ്പദമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെട്രാഷ് ആപ്പിലൂടെ അധികൃതരെ വിവരം അറിയിക്കാം. വളരെ വേഗത്തിലും ലളിതമായും ഇത്തരം സുരക്ഷാ സംബന്ധമായ വിവരങ്ങൾ ക്രിമിനൽ എവിഡൻസ് ആൻഡ് ഇൻഫർമേഷൻ വകുപ്പിനെ അറിയിക്കാനുള്ള സൗകര്യമാണ് ഈ ആപ്പിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതോറിറ്റികളുടെ പ്രതികരണ സമയം കൂടുതൽ വേഗത്തിലാക്കാനും രാജ്യത്തെ ജനതയുടെ സുരക്ഷ ശക്തിപ്പെടുത്താനും പുതിയ സൗകര്യം സഹായകമാകും. അടുത്തിടെയാണ് കൂടുതൽ സവിശേഷതകളുമായി പുതിയ മെട്രാഷ് ആപ്പ് പുറത്തിറക്കിയത്. വിവിധ ഭാഷകളിലായി 200-ലധികം സേവനങ്ങളാണ് രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസി താമസക്കാർക്കുമായി മന്ത്രാലയം മെട്രാഷിലൂടെ നൽകുന്നത്. മെട്രാഷ് ആപ്പിലെ പ്രധാന മെനുവിലെ സെക്യൂരിറ്റി ഐക്കൺ ക്ലിക്ക് ചെയ്ത് സെക്യൂരിറ്റി കംപ്ലയിന്റിൽ പ്രവേശിക്കാം. അതിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആറാമത്തെ ഓപ്ഷനായ CID എന്നത് തിരഞ്ഞെടുക്കണം. കമ്മ്യൂണിറ്റി സുരക്ഷാ വകുപ്പ്, ക്യാപിറ്റൽ സെക്യൂരിറ്റി വകുപ്പ് എന്നിവയ്ക്ക് ഇടയിലായാണ് ഈ ഓപ്ഷൻ ഉള്ളത്. ആപ്ലിക്കേഷൻ ടൈപ്പ് എന്ന മെനുവിൽ എന്ത് തരം അപേക്ഷയാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കണം. പ്രൊവൈഡ് ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വേണം ഇത് ചെയ്യാൻ. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കാണുന്നവയിൽ ഏത് തരം കുറ്റകൃത്യമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് തിരഞ്ഞെടുക്കണം. വാഹനം, വ്യക്തി, സ്ഥാപനം, വീട് എന്നിവ സംബന്ധിച്ച സംശയം അല്ലെങ്കിൽ കുറ്റകൃത്യം സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയിൽ ഏതാണോ എന്നത് തിരഞ്ഞെടുക്കണം. സംഭവത്തിന്റെ പൊതുവിവരം, ചിത്രങ്ങൾ, ഇന്റർആക്റ്റീവ് മാപ്പിലൂടെ വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ ഉൾപ്പെടെ നൽകാം. എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം നൽകിയ വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ ചെക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം സബ്മിറ്റ് നൽകാം. സൗദിയിലെ ആരോഗ്യരംഗത്തെ പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പ്രവണതകളും പെരുമാറ്റങ്ങളും നിരീക്ഷിക്കുന്നതിനുമായി ആരോഗ്യ മന്ത്രാലയം ഫീൽഡ് സന്ദർശനങ്ങൾ ആരംഭിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മുൻനിര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആരോഗ്യ മേഖലയിൽ ഏറ്റവും പുതിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ലോകാരോഗ്യ സർവേ പ്ലസിന്റെ രീതിശാസ്ത്രങ്ങളും ചോദ്യാവലികളും ഈ ഉദ്യമത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് സർക്കാർ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. രാജ്യത്തെ ജനസംഖ്യയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു സമഗ്ര ഡാറ്റാബേസ് നൽകുക എന്നതാണ് സർവേയുടെ ലക്ഷ്യം. സുസ്ഥിര വികസന ലക്ഷ്യ സൂചകങ്ങൾ ട്രാക്ക് ചെയ്യുക, വിട്ടുമാറാത്ത രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകുക, ആരോഗ്യകരമായ പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം വളർത്തുക, സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആരോഗ്യ സേവനങ്ങളുടെ വികസനത്തിന് വഴി കാട്ടുക എന്നിവയും ഇത് ലക്ഷ്യമിടുന്നു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള പാസ്പോർട്ട് സേവനങ്ങൾ ഇനി മുതൽ പുതിയ ഏജൻസി വഴിയായിരിക്കും ലഭ്യമാവുക. നിലവിലുള്ള ഔട്ട്സോഴ്സിംഗ് സേവനദാതാവിന്റെ കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്നാണ് ഈ മാറ്റം വരുന്നത്. അലങ്കിറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയായിരിക്കും ഇനി ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇത് സൗദിയിലെ വലിയൊരു വിഭാഗം പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു അറിയിപ്പാണ്. പുതിയ ഏജൻസി എപ്പോഴായിരിക്കും സേവനങ്ങൾ ഏറ്റെടുക്കുക എന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഇന്ത്യൻ എംബസി അധികൃതർ ഉടൻ പുറത്തിറക്കും. സേവനങ്ങളുടെ ലഭ്യതയിലും ഗുണമേന്മയിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാസ്പോർട്ട് പുതുക്കൽ, പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷ, പാസ്പോർട്ടിലെ വിവരങ്ങൾ തിരുത്തൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഈ പുതിയ ഏജൻസി വഴിയായിരിക്കും ഇനി ലഭ്യമാവുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, പുതിയ ഏജൻസി സേവനങ്ങൾ ആരംഭിക്കുന്ന തീയതിയും അവരുടെ പ്രവർത്തന രീതികളും എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ മറ്റ് അംഗീകൃത വാർത്താ മാധ്യമങ്ങളിലൂടെയോ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും വേണം. സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ വായിക്കുന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമതായി, പുതിയ ഏജൻസിയുടെ സേവന നിരക്കുകളിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള നിരക്കുകളിൽ നിന്നും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് സാമ്പത്തിക ആസൂത്രണത്തിന് സഹായിക്കും. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും എംബസി വെബ്സൈറ്റിൽ വരും ദിവസങ്ങളിൽ ലഭ്യമാകും. പുതിയ ഏജൻസി സേവനങ്ങൾ ആരംഭിക്കുമ്പോൾ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ പാസ്പോർട്ട് സംബന്ധമായ അടിയന്തര ആവശ്യങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് നിലവിലുള്ള സംവിധാനം വഴി അപേക്ഷ നൽകാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കാലാവധി കഴിയാറായ പാസ്പോർട്ടുകൾ പുതുക്കുന്നതിനും മറ്റ് അപേക്ഷകൾ നൽകുന്നതിനും കാലതാമസം ഒഴിവാക്കാൻ നേരത്തെ തന്നെ തയ്യാറെടുക്കുന്നതും നല്ലതാണ്. 18 വർഷത്തിലേറെയായി VFS ആണ് സൗദിയിൽ CPV സേവനങ്ങൾ നൽകി വരുന്നത്.
അപ്രതീക്ഷിതമായി VFSന്റെ കരാർ സേവനങ്ങൾ അവസാനിച്ചത് പ്രവാസികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവരുടെ സേവനം സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതകളും പരാതികളും ഉയർന്നിട്ടുണ്ട്. പുതിയ കമ്പനിയുടെ സേവനം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രവാസികൾ. ഹജ്ജ് തീർത്ഥാടനത്തിനായി സൗദിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന മുസ്ലിങ്ങൾ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ കൃത്യമായി നിർവഹിക്കണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചു വേണം വരാനെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജിനായി തയ്യാറെടുക്കുന്ന സമയത്താണ് മന്ത്രാലയത്തിന്റെ ഈ അഭ്യർത്ഥന. ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ പുണ്യനഗരമായ മക്കയിലും പരിസരത്തുമുള്ള നിരവധി സ്ഥലങ്ങളിലായാണ് നിർവഹിക്കപ്പെടുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിന് വരുന്നവർ യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും അവ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ എപ്പോഴൊക്കെയാണ് നിർവഹിക്കേണ്ടതെന്നും കൃത്യമായും വ്യക്തമായും പഠിച്ച് മനസ്സിലാക്കണമെന്നാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഹജ്ജ് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിനും തീർത്ഥാടകർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു നിർദ്ദേശവുമായി മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. ഓരോ കർമ്മവും നിർവഹിക്കുന്നതിന് പ്രത്യേകമായ സമയവും രീതികളുമുണ്ട്. അവ എന്തൊക്കെ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഓരോ തീർത്ഥാടകനും ഉണ്ടായിരിക്കണം. UAEയിലെ സർക്കാർ സ്ഥാപനങ്ങളെയോ ദേശീയ ചിഹ്നങ്ങളുടെയോ അവയുടെ പ്രശസ്തിയെയോ പരിഹസിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്നവർക്ക് പുതിയ മുന്നറിയിപ്പ്. അബുദാബി ജുഡീഷ്യൽ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. UAE സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ ഇനി ശിക്ഷ കനക്കും. രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള 2021 34 നമ്പർ ഫെഡറൽ ഡിക്രി നിയമപ്രകാരം കുറ്റവാളികൾക്ക് 5 വർഷം വരെ തടവും 5 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കും. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കോ സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും അന്താരാഷ്ട്ര നിലയ്ക്കും എതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്കോ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. UAEയുടെ സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രശസ്തിയെ പരിഹസിക്കുന്നതോ ദോഷകരമായി ബാധിക്കുന്നതോ ആയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷകൾ വ്യക്തമാക്കുന്ന പോസ്റ്റർ അബുദാബി ജുഡീഷ്യൽ വകുപ്പ് തങ്ങളുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട്. നിയമത്തിലെ വ്യവസ്ഥകൾ, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 20 മുതൽ 26 വരെ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നവർ എന്നിവർക്ക് കർശനമായ ശിക്ഷകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.